എന്നും പറയുന്ന പോലെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുബോർഡ്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുബോർഡിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസമി സാർ. ഇന്ന് വന്നിരിക്കുന്ന കാര്യം വീഡിയോ കൃത്യമായിട്ട് തംബ്നെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ നേരിട്ട് പറയാം. നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓണം എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ? നിങ്ങൾക്കറിയാം ഓണപരീക്ഷ ഉണ്ടായിരിക്കും, അത് കൺഫേമാണ്. ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. ഈ പറയുന്ന 18-ാം തീയതി നടത്തണമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2025 ഈ പറഞ്ഞിരിക്കുന്ന 18-ാം തീയതി തുടങ്ങി. എനിക്ക് തോന്നുന്നു 29-ാം തീയതി ഓഗസ്റ്റ് 29, 2025 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? നിങ്ങളുടെ ഓണപ്പരീക്ഷ കഴിയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ദിവസം ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ഏകദേശം എന്തായി, അത്യാവശ്യം ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി കൂടിപ്പോയാൽ നമുക്കൊരു 10-12 ദിവസം മാക്സിമം കിട്ടാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ഏതൊക്കെ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഓരോന്നായിട്ട് കൃത്യമായിട്ട് ചെക്ക് ലിസ്റ്റ് പോലെ എഴുതി വെക്കാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ ഓരോ ചെക്ക് ബോക്സുകൾ ഉണ്ടാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളതിന് ചെക്ക് ലിസ്റ്റ് എന്ന് പറയും, എന്ത് പേരിട്ട് വിളിച്ചാലും ഈ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടാകുന്ന ചാപ്റ്റേഴ്സ് അത് ഓൾറെഡി നിങ്ങൾക്കറിയാം. പ്ലാൻ എ പ്രകാരമാണ് നിങ്ങളുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ഗവൺമെൻറ് സർക്കുലർ പ്രകാരമാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 3 ചാപ്റ്ററുകൾ വരുന്നതും മൈക്രോയിൽ നിന്നായിരിക്കും. മൈക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്ററാണ് എക്സാമിന് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. കൺസ്യൂമറെ കുറിച്ചും പ്രൊഡ്യൂസറെ കുറിച്ചും പറയുന്ന 2 ചാപ്റ്ററുകൾ, അതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ആമുഖവും, അതുപോലെ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തവും, ഉൽപ്പാദനവും ചെലവും, ഈ പറഞ്ഞ 3 ചാപ്റ്ററുകൾ പഠിക്കേണ്ടത്. ഇനി പ്ലാൻ എ അല്ലാതെ പ്ലാൻ ബിയിൽ പോകുന്ന സ്കൂളുകൾ ഉണ്ടാവും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ലാതെ സ്കൂളിൽ ടീച്ചേഴ്സ് ഒരു പക്ഷേ മൈക്രോയും മാക്രോയും എന്ന പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഓണം എക്സാമിൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒരുപക്ഷെ മൈക്രോയിലെ 3 ചാപ്റ്ററും മാക്രോയിലെ 2 ചാപ്റ്ററും, അല്ലെങ്കിൽ മൈക്രോയിലെ 2 ചാപ്റ്ററും മാക്രോയിലെ 2 ചാപ്റ്ററും എന്ന പാറ്റേൺ ആയിരിക്കും. എന്തായാലും ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം. ഇവിടെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും മൈക്രോയിലെ മിനിമം 1-2 ചാപ്റ്ററുകൾ എല്ലാത്തിലും വരുന്നുണ്ട്. പ്ലസ് 3ാമത്തെ ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ചു കൊണ്ടി വരും. അപ്പോൾ മാക്രോയിലെ പുതിയ 2 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്ത് തന്നെയായാലും പഠിച്ചോളൂ. ആ പറഞ്ഞ 2 ചാപ്റ്ററുകൾ, 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സും, 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും അല്ലേ? അത്യാവശ്യം നല്ല പോലെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കണ്ണ് തള്ളിയിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഈസി കോൺസെപ്റ്റുകളാട്ടോ. ഇനി നമ്മുടെ നേരിട്ട് കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ മൈക്രോയിലെ ഫസ്റ്റ് യൂണിറ്റ് ആട്ടോ പറഞ്ഞത്. മൈക്രോയിലെ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷനാണ്. അതിൽ നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ട കാര്യം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കണം. അതിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഉണ്ടല്ലോ, മസ്റ്റായിട്ട് പഠിക്കുക. 2ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് എക്കോണമീസ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഇതിന് 3നും ഈ പറഞ്ഞ ക്യാപിറ്റലിസത്തിന് വേറൊരു പേരുണ്ട്, അതുപോലെ സോഷ്യലിസത്തിനും വേറൊരു പേരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തൊട്ട് താഴെ, വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണ്ടോ. കാരണം പഠിച്ചിട്ടുണ്ടോ എന്നല്ല ഉറപ്പുവരുത്തുക. കാരണം ആ ഒരു പേരിട്ടാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പേര് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷേ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ PPC, PPF എന്ന് പറയാറുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും പറയാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാ ഈ ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പിന് എന്താ പറയുക, നമ്മൾ കോൺകേവ് ഷേപ്പ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ കോൺകേവ് ഷേപ്പിൽ നമ്മൾ വരയ്ക്കുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ നോക്കി വരയ്ക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പഠിച്ചോ, പരീക്ഷയ്ക്ക് വന്നിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ഒറ്റ വാക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ 2ാമത്തെ യൂണിറ്റ്, ഇതും മൈക്രോയിലുള്ള 2ാമത്തെ യൂണിറ്റാണ്. ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കുക മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കേണ്ടത് ബഡ്ജറ്റ് ലൈൻ, അല്ലെങ്കിൽ ബഡ്ജറ്റ് രേഖ എന്താണെന്ന് പഠിക്കുക. അതുപോലെ ബഡ്ജറ്റ് കോൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, ബഡ്ജറ്റിൻ്റെ പരിമിതികൾ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിക്കണം. ഈ പറഞ്ഞ ബഡ്ജറ്റ് ലൈനും ബഡ്ജറ്റ് കോൺസ്ട്രെയിൻസും വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ അഥവാ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിച്ചിരിക്കണം. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ എന്ത് പറയും, ഉപഭോക്താവിൻ്റെ കൺസ്യൂമർ ഒപ്റ്റിമം എന്നും പറയാറുണ്ട് കേട്ടോ. കൺസ്യൂമർ ഒപ്റ്റിമം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി വേർഡ് കൂടി പഠിച്ചോളൂ, കൺസ്യൂമർ ഒപ്റ്റിമം.
ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിർബന്ധമായിട്ട് നോക്കുക. നെക്സ്റ്റ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പരീക്ഷയ്ക്ക് പ്രോബ്ലം ടൈപ്പ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്രോബ്ലം ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കേണ്ട കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കും. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് പബ്ലിക് എക്സാമിന് പോലും ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് നിസ്സംഗതാ വക്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലോ ഓഫ് ഡിമാൻഡ് നിയമം, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ചോദിക്കാറുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വരുന്നത്. അത് പഠിക്കുക, കർവ് വരയ്ക്കാൻ പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് പഠിക്കാനുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവാണ്. മാർക്കറ്റ് ഡിമാൻഡ് കർവിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഇത്രയും കാര്യം നോക്കുക. ഇനി തേർഡ് ചാപ്റ്റർ, ഓക്കെ, മൈക്രോയിലെ തേർഡ് ചാപ്റ്റർ. ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻസ് പഠിക്കുക. ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കർവ് ഓർമ്മയിൽ വരണം. ഏതൊക്കെയാണ് കർവ് എന്ന് പറയുന്നത്? ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ കർവ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നിർബന്ധമായിട്ട് വരും, പഠിച്ച് വെച്ചോളണം. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉൽപ്പാദന ധർമ്മങ്ങൾ അല്ലേ? ഈ പറഞ്ഞ ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്, നിർബന്ധമായിട്ടും പഠിക്കാം. നെക്സ്റ്റ്, കോസ്റ്റ് കർവുകൾ നമുക്കറിയാം. AC, AVC, AFC എന്ന് പറയുന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ TC, TVC ആൻഡ് TFC എന്നതിൻ്റെ കൂടെയുമായി MC, മൊത്തം 7 പേരെ കുറിച്ച് പഠിക്കുന്ന കോസ്റ്റ് കർവുകൾ മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, നിങ്ങൾ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ റിട്ടേൺസ് ടു സ്കെയിൽ. നിങ്ങൾക്കറിയാം ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞത്, അഥവാ ദീർഘകാല ഉൽപ്പാദന ധർമ്മം നിർബന്ധമായിട്ട് പഠിച്ചോളൂ. നെക്സ്റ്റ്, ലോങ് റൺ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിർബന്ധമാണ്. അത് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നതാണ്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ പ്രൊഡക്റ്റ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം. പഠിച്ചോളൂ, നിർബന്ധമായിട്ടും ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ്, TP, MP, AP തമ്മിലുള്ള റിലേഷൻസ് ചോദിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഞാനൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. TP മാക്സിമം ആകുമ്പോൾ, അഥവാ TP മാക്സിമം എത്തുന്ന സമയത്ത് MPക്ക് എന്താണ് സംഭവിക്കുക? ജസ്റ്റ് അതുകൂടി നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം പഠിച്ചിട്ടുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയുന്ന 3 യൂണിറ്റ്. ഇനി മൈക്രോയിലെ 3 യൂണിറ്റിന് പുറമെ മാക്രോ നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടാവും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് അറിയുന്ന ഏരിയകളായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് തന്നെയായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴികളാണ് അവരൊരുക്കുന്നത്. അപ്പോൾ ആ വഴിയിലൂടെ കൂടി നടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്, വേറിട്ട വഴിയിലൂടെ നിങ്ങൾ നടന്നിട്ട് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് പോയത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ പറഞ്ഞ +2 പരീക്ഷ വരാൻ പോകുന്ന നമുക്ക് മാർച്ച് 2026 നമ്മൾ പരീക്ഷ എഴുതും. ആ പരീക്ഷ എഴുതിയിട്ട് നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് +2 ഫുൾ മാർക്ക് അടിക്കുക, അല്ലെങ്കിൽ ഫുൾ A+ നേടുക. ഈ 2 ലക്ഷ്യങ്ങൾ കുറഞ്ഞതൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോവുക. കാരണം നല്ലൊരു കരിയർ നമുക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു കരിയറിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായിട്ട് എജുപോർട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ ബാച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എജുപോർട്ടിൻ്റെ ബാച്ചുകളെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും +2 പഠിക്കാനുള്ള അവസ്ഥ എന്താണ്. അപ്പോൾ +2 എക്കണോമിക്സിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇത്രത്തോളം കാലം മനസ്സിലായിട്ടില്ലെങ്കിലും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മാക്രോയിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ മക്കളെ പഠിച്ചോ, ഇത് അവസാനത്തെ അവസരമാണ്. ഇനിയൊരു അവസരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ അവസാനത്തെ സ്കൂൾ ഇയറാണ്. ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്കിൽ പാസ്സാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ നോട്ടുകൾ ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മൈക്രോ ബിറ്റുകൾ, നോട്ടുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യനുകളും ചാപ്റ്റർ സമ്മറികളും എന്ന് പറഞ്ഞ 5 കാര്യങ്ങളും കുറച്ച് അധികം കാര്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നേ ജോയിൻ ചെയ്യാമെന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ തൊട്ട് താഴെ ചെയ്യാം, ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. കാരണം നല്ലൊരു പരീക്ഷ എഴുതിയിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ +2 ആദ്യത്തെ കോമൺ ആയിട്ടുള്ളൊരു എക്സാമാണ്. ഇനി അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വരും, പിന്നെ ഒരു മോഡൽ എക്സാം. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് അവസാനം നമുക്ക് ചെയ്യുന്നത് ഫൈനൽ എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ആദ്യത്തെ 3 ട്രയലുകളിലെ ആദ്യ ട്രയലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാം. ആ എക്സാം നന്നായിട്ട് പരീക്ഷ ചെയ്താൽ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണുന്നവരേക്കും വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.